സെന്റ് ജോസഫ്സ് AUP സ്കൂൾ ചെമ്പനോട കർഷക കുടിയേറ്റത്തിന്റെ വീരഗാഥകൾ ഉറങ്ങുന്ന നിത്യഹരിത ഭൂമിയായ ചെമ്പനോടയുടെ സാമൂഹികവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവും കായികപരവുമായ പുരോഗതിക്ക് നിദാനമായ ചെമ്പനോട സെന്റ് ജോസഫ്സ് AUP സ്കൂൾ 72ാം വാർഷികം സമുചിതമായി ആഘോഷിക്കുകയാണ്. മധ്യ തിരുവിതാംകൂറിൽ നിന്ന് അധ്വാനിക്കാനുള്ള മനസ്സുമായി പൊന്നുവിളയിക്കുന്ന മണ്ണ് തേടി ഒത്തിരി സ്വപ്നങ്ങളുമായി ചെമ്പനോടയിൽ കുടിയേറ്റം നടത്തിയവർ തങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനായി നിരന്തര പരിശ്രമഫലമായി 1947 പള്ളിയോട് ചേർന്ന് ഒരു കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചു. യശശരീരനായ ചുങ്കത്തച്ഛന്റെ കാലത്ത് ആരംഭിച്ച ഈ കുടിപ്പള്ളിക്കൂടത്തിലെ ഏകാധ്യാപകനായിരുന്നത് പ്രഗത്ഭനായ മാപ്പിളക്കുന്നേൽ സിറിയക് മഹാപിള്ള സാറായിരുന്നു. നിസ്വാർത്ഥമതികളും ത്യാഗോജലരുമായ വൈദിക മാനേജർമാരും അധ്യാപകരും അതാത് കാലത്തെ PTA, നാട്ടുകാർ എന്നിവരുടെയെല്ലാം സേവനങ്ങളാണ് ഈ വിദ്യാലയത്തെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ ഇടയാക്കിയിട്ടുള്ളത്. താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ രക്ഷാധികാരിയായ അഭിവന്യ മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ പിതാവിന്റെയും കോർപ്പറേറ്റ് മാനേജർ റവറൻ ഫാദർ ജോസഫ് വർഗീസ് പാലക്കാടിന്റെയും സ്കൂൾ മാനേജരായ റവറൻ ഫാദർ ഡൊമിനിക് മുട്ടത്തുകുടിയലിന്റെയും നിയന്ത്രണങ്ങൾക്കും ഉപദേശങ്ങൾക്കുമൊപ്പം ഹെഡ്മിസ്ട്രസ് ശ്രീമതി ജോളി വർഗീസിന്റെ മികവുറ്റ നേതൃത്വത്തിൽ അധ്യാപക അനധ്യാപകരുടെയും PTA-യുടെയും മികവുറ്റ കൂട്ടായ്മയിൽ മികച്ച നേട്ടങ്ങളാണ് ഈ അധ്യയന വർഷം നമ്മുടെ വിദ്യാലയം കരസ്ഥമാക്കിയിട്ടുള്ളത്. ശ്രീമതി ജോളി വർഗീസ് ഹെഡ്മിസ്ട്രസ് ആയിട്ടുള്ള ഈ വിദ്യാലയത്തിൽ 280ഓളം കുട്ടികളുണ്ട്. 17 സ്റ്റാഫ് ഈ സ്ഥാപനത്തിൽ സേവനമനുഷ്ഠിച്ചു വരുന്നു. വിദ്യാലയത്തിൽ നിന്നും സ്ഥലം മാറിപ്പോയ സൽമോൻ M. ജോസ്, നീനു മരതോലിൽ എന്നിവരുടെ ഒഴിവിലേക്ക് അഭിലാഷ് KJ, ജിജി തോമസ് എന്നിവർ വന്നുചേർന്നു. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ നമ്മോടൊപ്പം ആയിട്ടുള്ള മറീന, നീരജ് എന്നിവരെ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. പ്രവേശനോത്സവം. ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് സ്കൂൾ തല പ്രവേശനോത്സവം ജൂൺ 3 സെന്റ് ജോസഫ്സ് AUP സ്കൂളിൽ വെച്ച് നടന്നു. അറിവിന്റെ അക്ഷരലോകത്തേക്ക് പിച്ചവയ്ക്കുന്ന കുരുന്നുകൾക്ക് ഊഷ്മളമായ സ്വീകരണം നൽകി. ഹെഡ്മിസ്ട്രസ് ജോളി വർഗീസ് സ്വാഗതവും സ്കൂൾ മാനേജർ റവറൻ ഫാദർ ഡൊമിനിക് മുട്ടത്തുകുടിയിൽ അധ്യക്ഷതയും വഹിച്ച ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ K. സുനിൽ അവറുകളാണ്. അതോടൊപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പിന്തുണയോടെ നിർമ്മിച്ച കിച്ചൺ കം സ്റ്റോറിന്റെ ഉദ്ഘാടനവും നടന്നു. കുട്ടികൾക്ക് മധുര വിതരണവും സ്നേഹസമ്മാനവും നൽകി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വൈവിധ്യങ്ങളായ പരിപാടി നടന്നു. വിദ്യാലയത്തിന് ഒരു പെൻ ക്രിമറ്റോറിയവും പ്ലാസ്റ്റിക്, പേപ്പർ എന്നിവ നിക്ഷേപിക്കാനായി വെവ്വേറെ ബിന്നുകളും സ്ഥാപിച്ചു. പങ്കുവയ്ക്കാം സന്തോഷം. പഠനാനുബന്ധ പ്രവർത്തനമായ പ്രാദേശിക ഭക്ഷ്യസാധനങ്ങൾ ഉപയോഗിച്ചുള്ള ഭക്ഷ്യമേള സ്കൂളിൽ നടന്നു. യോഗദിനം. യോഗാദിനത്തോടനുബന്ധിച്ച് യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസും യോഗ പരിശീലനവും ശ്രീമതി ത്രേസ്യാമ്മ മാത്യുവിന്റെ നേതൃത്വത്തിൽ നടന്നു. വിദ്യാരംഗം കലാസാഹിത്യവേദി ഉദ്ഘാടനവും വായനവാര സമാപനവും. വിദ്യാർത്ഥികളിലെ സർഗാത്മകതയ്ക്ക് ഉണർവേകുന്ന വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനവും വായനവാര സമാപനവും പ്രശസ്ത നാടൻപാട്ട് കലാകാരനായ ശ്രീ ഭരതൻ കുട്ടോത്ത് നിർവഹിച്ചു. പത്രവാർത്ത അവതരണം, സ്പെഷ്യൽ അസംബ്ലി, വായനദിന ക്വിസ് മത്സരം, ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കൽ എന്നിങ്ങനെ വിവിധ മത്സരപരിപാടികൾ നടത്തി. വിജയികൾക്ക് സമ്മാനം നൽകി. വായനവാരത്തോടനുബന്ധിച്ചുള്ള ലൈബ്രറി നവീകരണാർത്ഥം ഒരു കുട്ടി ഒരു പുസ്തകം പദ്ധതി നടപ്പാക്കി. ലൈബ്രറിയിലേക്ക് റവറൻ ഫാദർ ഡൊമിനിക് മുട്ടത്തുകുടിയിലും ജനപ്രതിനിധികളും അധ്യാപകരും പുസ്തകം സംഭാവന നൽകി. അക്കാദമിക മികവിന് ഊർജം പകരുന്ന വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും അന്ന് നടന്നു. ഇംഗ്ലീഷ് എക്സ്പ്രസ്. ഇംഗ്ലീഷ് ക്ലബിന്റെ നേതൃത്വത്തിൽ
കുട്ടികളുടെ ആശയവിനിമയശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഭാഷയോടുള്ള അഭിരുചി വർദ്ധിപ്പിക്കുന്നതിനും സ്കൂളിന്റെ തനതു പ്രവർത്തനമായ ഇംഗ്ലീഷ് എക്സ്പ്രസ് നടന്നുവരുന്നു. ജൂൺ 25-ന് ക്ലാസ് PTA-യും ജനറൽ ബോഡിയും നടന്നു. യോഗത്തിൽ PTA പ്രസിഡന്റായി ശ്രീ വിപിൻ പേഴത്തിങ്കലിനെയും MBTA ചെയർപേഴ്സണായി ശ്രീമതി റീജ രവീന്ദ്രനെയും തിരഞ്ഞെടുത്തു. ജൂലൈ 5 ബഷീർ ദിനം. വിഖ്യാത എഴുത്തുകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനത്തിൽ സ്കൂളിൽ വൈവിധ്യമാർന്ന പരിപാടികൾ നടത്തി. സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ്. കുട്ടികളിൽ ജനാധിപത്യ മൂല്യങ്ങൾ പരിപോഷിപ്പിക്കുവാൻ കുറ്റമറ്റ രീതിയിൽ പൂർണ്ണമായും ഡിജിറ്റൽ രൂപത്തിൽ നടത്തിയ തിരഞ്ഞെടുപ്പ് കുട്ടികൾക്ക് ആവേശവും കൗതുകവും പകർന്നു. സ്കൂൾ ലീഡറായി അർഷിൻ ദേവിനെയും അസിസ്റ്റന്റ് ലീഡറായി ഡോൺ സാവിയോയെയും തിരഞ്ഞെടുത്തു. ചാന്ദ്രദിനം. സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചാന്ദ്രദിനം സമുചിതമായി നടത്തി. വിശുദ്ധ അൽഫോൺസാമ ദിനം. വിശുദ്ധ അൽഫോൺസാമയുടെ സ്മൃതിപഥത്തിലൂടെ അൽഫോൺസാമ വാരാചരണം നടത്തി. സ്കൂൾ ഒളിമ്പിക്സ് ദീപശിഖാ പ്രയാണം. ആത്മവിശ്വാസവും കരുത്തുറ്റ കായികക്ഷമതയുമുള്ള ഒരു ജനതയുടെ വാർത്തെടുപ്പിന്റെ ദീപശിഖാ പ്രയാണം നടന്നു. സ്കൂൾ ഒളിമ്പിക്സ് പ്രഖ്യാപന ദീപശിഖാ തെളിയിക്കൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ച് വർണ്ണാഭമായി നടത്തി. ദുരിതബാധിതരോടൊപ്പം ഹൃദയപൂർവ്വം. കാലവർഷക്കെടുതി മൂലമുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്കായി തങ്ങളുടെ സമ്പാദ്യം മുഴുവൻ നൽകിയ ഇരട്ട സഹോദരികളായ അലോൺസ ക്ലാരനും അൽഡോറ ക്ലെയറും ഏവർക്കും മാതൃകയായി. ഒപ്പം മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും ദുരിതാശ്വാസ നിധിയിൽ പങ്കുചേർന്നു. ഹിരോഷിമ നാഗസാക്കി ദിനം. ഹിരോഷിമ നാഗസാക്കി ദിനത്തിൽ യുദ്ധത്തിനെതിരെ കയ്യൊപ്പ് ചാർത്തി ഏവരും പങ്കാളികളായി. സ്വാതന്ത്ര്യദിനം. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ പിടിയിൽ നിന്നും നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന്റെ സ്മരണകൾ വീണ്ടും ഇരമ്പി. ഇതോടനുബന്ധിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവും ആനുകാലിക സംഭവങ്ങളും ഉൾപ്പെടുത്തി ആവേശകരമായ മെഗാ ക്വിസ് മത്സരം നിറഞ്ഞ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. സ്കൂൾ കായികമേള. മലയോര മേഖലയിലെ കായിക പ്രതിഭകളുടെ ആവേശകരമായ പ്രകടനത്തിന്റെ സാക്ഷ്യപത്രമായിരുന്നു സ്കൂൾ കായികമേള. ശാസ്ത്ര, ഗണിത, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേള. കുട്ടികളുടെ ലഘുപരീക്ഷണങ്ങളും നിരീക്ഷണ പാടവവും കരവിരുതും കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ചിങ്ങം 1 കർഷക ദിനം. പഞ്ഞമാസത്തെ പുറത്താക്കി പുത്തൻ പ്രതീക്ഷകളുമായി എത്തുന്ന ചിങ്ങം 1 കർഷക ദിനം പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും സമൃദ്ധിയുടെയും കൂടി ദിനം. ചക്കട്ടപ്പാറ പഞ്ചായത്തിലെ മികച്ച കുട്ടിക്കർഷകനായി തിരഞ്ഞെടുത്തത് നമ്മുടെ സ്കൂളിലെ 4ാം തരത്തിലെ ആരോൺ VS എന്ന കുട്ടിയെയാണ്. ഇത് വിദ്യാലയത്തിന് ഏറെ അഭിമാനകരമായ നിമിഷമായിരുന്നു. മാറിവരുന്ന ജീവിത സാഹചര്യങ്ങളും വർദ്ധിച്ചുവരുന്ന മാനസിക വെല്ലുവിളിയിലൂടെയുമാണ് ഇന്നത്തെ സമൂഹം കടന്നുപോകുന്നത്. കുട്ടികളെ ഈ സമൂഹത്തിൽ ആത്മവിശ്വാസമുള്ളവരായി വളർത്തുവാൻ വേണ്ടി 4 മുതൽ 7 വരെ ക്ലാസ്സുകളിലുള്ളവർക്ക് സിസ്റ്റർ ലിസി ടോമിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസവും മൂല്യബോധവും സെമിനാർ സംഘടിപ്പിച്ചു. സ്കൂൾ കലാമേള. കുട്ടികളിൽ അന്തർലീനമായി കിടക്കുന്ന കഴിവുകളെ കണ്ടെത്താനും പരിപോഷിപ്പിക്കുവാനും സ്കൂൾ കലാമേള വർണ്ണാഭമായി സംഘടിപ്പിച്ചു. ഓണാഘോഷം. ലോകമെമ്പാടുമുള്ള മലയാളികൾ ജാതിമത ഭേദമന്യേ ആഘോഷിക്കുന്ന സാഹോദര്യത്തിന്റെയും നന്മയുടെയും വിശുദ്ധിയുടെയും നിറവാണ് ഓണം. ഇത്തവണത്തെ ഓണാഘോഷം വളരെ സമുചിതമായി ആഘോഷിച്ചു. ലഹരിവിരുദ്ധ ബോധവൽക്കരണം. യുവതലമുറയെ വഴിതെറ്റിക്കുന്ന ലഹരി ഉപയോഗത്തെക്കുറിച്ച് കുട്ടികൾക്ക് അവബോധം പകർന്നു നൽകിക്കൊണ്ട് ലഹരിവിരുദ്ധ റാലി സംഘടിപ്പിച്ചു. കുട്ടികൾക്ക് ഏറെ പ്രിയങ്കരനായ ചാച്ചാജിയുടെ ജന്മദിനമായ ശിശുദിനം വളരെ സമുചിതമായി സംഘടിപ്പിച്ചു. പഠനത്തോടൊപ്പം മാനസിക ഉല്ലാസത്തിന് പ്രാധാന്യം നൽകുന്ന പഠനയാത്ര UP വിഭാഗത്തിന് കണ്ണൂർ കോട്ട, വിസ്മയ വാട്ടർ തീം പാർക്ക്, ബീച്ച് എന്നിവിടങ്ങളിലേക്കും LP വിഭാഗത്തിന് മണിമല ആക്റ്റീവ് പ്ലാന്റിലേക്കും നടത്തി. അരനൂറ്റാണ്ട് മുമ്പ് വരെ പട്ടിണിപ്പാവങ്ങളുടെ മാത്രം ഭക്ഷണമായിരുന്ന മില്ലറ്റുകൾ ജീവിതശൈലി രോഗങ്ങൾക്ക് ഒരു ബദലാണെന്ന തിരിച്ചറിവിന്റെ വെളിച്ചത്തിൽ കുട്ടികൾക്ക് അവബോധം നൽകാനായി മില്ലറ്റ് ദിനം സമുചിതമായി നടത്തി. ചക്കട്ടപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി കുട്ടികളുടെ ഹരിതസഭ രൂപീകരിച്ചു. മികച്ച ഹരിത വിദ്യാലയത്തിനുള്ള
എ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് നമ്മുടെ വിദ്യാലയത്തിന് ലഭിച്ചു. ക്രിസ്തുമസ്. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ക്രിസ്തുമസ് ആഘോഷം വർണ്ണാഭമായി സംഘടിപ്പിച്ചു. പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും പുതുവത്സരം സമുചിതമായി ആഘോഷിച്ചു. മഴവില്ല് സഹവാസ ക്യാമ്പ്. വിവിധ മേഖലകളിൽ പ്രഗത്ഭരായവരുടെ ക്ലാസുകളും പരിശീലനവും ഉൾപ്പെടുത്തി ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി മാറി. ഈ അധ്യയന വർഷം നമ്മുടെ വിദ്യാലയം കൈവരിച്ച നേട്ടങ്ങൾ. താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സംഘടിപ്പിച്ച മേഖലാതല ക്വിസ് ടാലന്റ് LP വിഭാഗത്തിൽ ദക്ഷശ്രീ, ക്രിസ്റ്റീന എന്നിവരടങ്ങിയ ടീം 3ാം സ്ഥാനം കരസ്ഥമാക്കി. കോഴിക്കോട് റവന്യൂ ജില്ലാ കലാമേളയിൽ ഏഞ്ചൽ മേരി ജെയ്സൺ ഹിന്ദി പദ്യം 3rd A ഗ്രേഡ്, സംസ്കൃത സംഘഗാനം A ഗ്രേഡ്, ഇംഗ്ലീഷ് സ്കിറ്റ് A ഗ്രേഡ്. LSS USS വിജയികൾ: അജില്യ VR, അനുഭാഗ്യ VR. തായ്ക്കൊണ്ടോ സംസ്ഥാനതല മത്സരത്തിൽ MS യേശുദാസ് ഗോൾഡ് മെഡൽ കരസ്ഥമാക്കി. പേരാമ്പ്ര സബ് ജില്ലാതല കലോത്സവം വിജയികൾ: സംസ്കൃതം സംഘഗാനം ഫസ്റ്റ് A ഗ്രേഡ്, ഇംഗ്ലീഷ് സ്കിറ്റ് ഫസ്റ്റ് A ഗ്രേഡ്. ഏഞ്ചൽ മേരി ജെയ്സൺ ഹിന്ദി കവിത ഫസ്റ്റ് A ഗ്രേഡ്. വേദിക SR സംസ്കൃതം കഥാരചന 3rd A ഗ്രേഡ്. വിദ്യാലക്ഷ്മി സംസ്കൃതം കവിതാരചന 3rd A ഗ്രേഡ്. കീർത്തി സബിൽ പ്രശ്നോത്തരി 3rd A ഗ്രേഡ്. അൾഡോറ ക്ലെയർ മലയാളം കവിത A ഗ്രേഡ്. ഇവ റോസ് ഉറുദു കവിത A ഗ്രേഡ്. ആഞ്ചലീന കെ ലിനീഷ് ഇംഗ്ലീഷ് റിസിറ്റേഷൻ A ഗ്രേഡ്. ഡോൺ സാവിയോ ലളിതഗാനം A ഗ്രേഡ്. ആൻ മാത്യു നാടോടി നൃത്തം A ഗ്രേഡ്. ജോവിറ്റ ജോൺസൺ കന്നഡ പദ്യം A ഗ്രേഡ്. എൽവിൻ മാത്യു ചിത്രരചന പെൻസിൽ ഡ്രോയിങ് A ഗ്രേഡ്. ഗ്രൂപ്പ് സോങ് LP വിഭാഗം A ഗ്രേഡ്. ഗ്രൂപ്പ് സോങ് UP വിഭാഗം A ഗ്രേഡ്. ഉറുദു സംഘഗാനം UP A ഗ്രേഡ്. ഡോൺ സാവിയോ കീർത്തി സബിൽ സംസ്കൃത ഗാനാലാപനം A ഗ്രേഡ്. ആദിനാഥ് CV കീർത്തി സബിൽ സംസ്കൃത പദ്യം ചൊല്ലൽ A ഗ്രേഡ്. വന്ദേ മാതരം A ഗ്രേഡ്. ഗദ്യപാരായണം ആദിനാഥ് A ഗ്രേഡ്. ശാസ്ത്ര ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയമേള. ജോവിറ്റ ജോൺസൺ അലേൻ വിനീത് ചാർട്ട് മേക്കിംഗ് A ഗ്രേഡ്. അൽഫോൺസ സന്തോഷ് മാത്സ് പസിൽ ഫസ്റ്റ് A ഗ്രേഡ്. നൈനിക നമ്പർ ചാർട്ട് സെക്കൻഡ് വിത്ത് A ഗ്രേഡ്. കീർത്തി സബിൽ ഫാബ്രിക് പെയിന്റ് സെക്കൻഡ് വിത്ത് A ഗ്രേഡ്. ശബരിനാഥ് മെറ്റൽ എൻഗ്രേവിംഗ് A ഗ്രേഡ്. വേദിക SR മെറ്റൽ എൻഗ്രേവിംഗ് A ഗ്രേഡ്. ജോസ് ജിമ്മി ഇലക്ട്രിക്കൽ വയറിംഗ് 3rd A ഗ്രേഡ്. എൽവിൻ മാത്യു ജിയോമെട്രിക്കൽ ചാർട്ട് A ഗ്രേഡ്. അന്ന എൽസ വിനോജ് വെജിറ്റബിൾ പ്രിന്റിംഗ് A ഗ്രേഡ്. സാവിയോ സിബിൻ ക്ലേ മോഡലിംഗ് A ഗ്രേഡ്. ആദിദേവ് പപ്പറ്റ് മേക്കിംഗ് A ഗ്രേഡ്. ജോയൽ ജോൺസൺ പാം ലീവ് പ്രൊഡക്റ്റ് A ഗ്രേഡ്. അതോടൊപ്പം വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പഞ്ചായത്ത് തല പുസ്തകാസ്വാദനത്തിൽ UP വിഭാഗത്തിൽ ഏഞ്ചൽ മേരി ജെയ്സൺ 2ാം സ്ഥാനവും LP വിഭാഗത്തിൽ ജോവിറ്റ ജോൺസൺ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ഈ വർഷം നടന്ന DCL സ്കോളർഷിപ്പ് പരീക്ഷയിലും മികച്ച വിജയം കൈവരിക്കുവാൻ നമ്മുടെ വിദ്യാലയത്തിന് സാധിച്ചു. അനുഭാഗ്യ VR സംസ്കൃത സ്കോളർഷിപ്പിന് അർഹയായി. ചക്കട്ടപ്പാറ പഞ്ചായത്ത് കലോത്സവം LP വിഭാഗം വിജയികൾ: ഇംഗ്ലീഷ് ആക്ഷൻ സോങ് 3rd നവനിയ അനൂപ്. മലയാള കഥാകഥനം 3rd ഏഞ്ചലിൻ മരിയ ജോബിറ്റ്. ലളിതഗാനം ഫസ്റ്റ് ജുവൽ ജോസഫ്. മലയാളം പദ്യം ചൊല്ലൽ സെക്കൻഡ് ഇസബൽ അൽഫോൺസ. കടങ്കഥ 3rd ആരോൺ VS. മോണോ ആക്ട് 3rd മുദ്ര സബിൽ. ഇംഗ്ലീഷ് പദ്യം ചൊല്ലൽ സെക്കൻഡ് ആൻ മാത്യു. മലയാളം പ്രസംഗം ജോവിറ്റ ജോൺസൺ A ഗ്രേഡ്. മലയാളം ആക്ഷൻ സോങ് മെറിൻ മരിയ A ഗ്രേഡ്. സംഘഗാനം സെക്കൻഡ് A ഗ്രേഡ്. ദേശഭക്തിഗാനം A ഗ്രേഡ്. പാരമ്പര്യത്തിന്റെ പകിട്ടേറെ അവകാശപ്പെടാനുള്ള നമ്മുടെ വിദ്യാലയം ഓരോ അധ്യയന വർഷവും ആരംഭിക്കുന്നതു മുതൽ പരിസമാപ്തിയാകും വരെയുള്ള പ്രവർത്തനങ്ങൾ വർണ്ണാഭമാക്കുവാൻ കഴിയുന്നത് നൂറുകണക്കിന് പേരുടെ നിസ്വാർത്ഥമായ സഹായഹസ്തങ്ങൾ കൊണ്ടാണ്. മാനേജ്മെന്റ്, PTA, പൊതുജനങ്ങൾ, അഭ്യുദയകാംക്ഷികൾ, വ്യാപാരി സുഹൃത്തുക്കൾ, വിവിധ സർക്കാർ വകുപ്പുകൾ, പഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങി
നന്ദിയോടെ സ്മരിക്കേണ്ട ഒത്തിരി പേരുണ്ട്. ഏവരെയും ഈ അവസരത്തിൽ സെന്റ് ജോസഫ്സിന്റെ ഹൃദയത്തിൽ നന്ദിപൂർവം ആലേഖനം ചെയ്യുന്നു. സെന്റ് ജോസഫിന്റെ മണ്ണിൽ നിന്നും അറിവിന്റെ അനന്തവിഹായസിലേക്ക് പറന്നുയരാൻ കുരുന്നു പ്രതിഭകൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി പൊതുസമക്ഷം സമർപ്പിക്കുന്നു. ഏവർക്കും നന്ദി.